ഈ അത്തപ്പൂവാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓണത്തിന് എല്ലാവരും അത്തപ്പൂ ഇടുമല്ലോ. നമുക്കൊരു അത്തപ്പൂവിൻ്റെ ഡിസൈൻ വരയ്ക്കാം. ആദ്യമായിട്ട് നടുക്ക് നമ്മൾ ഇതിൻ്റെ ഒരു പോയിൻ്റ് എടുത്തിട്ട് നടുക്ക് നമ്മൾ ഒരു പോയിൻ്റ് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ 1 2 3 4 4 വര വരയ്ക്കണം. എന്നിട്ട് അതിനെ ഒരു പൂവാക്കണം. 3 4 5 6 7 8. എന്നിട്ട് അതിന് ചുറ്റും നമുക്കൊരു റൗണ്ട് കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ 4 സൈഡും ഞാൻ വരച്ചിട്ടുണ്ട്. 4 അല്ല, 1 2 3 4 5 6 7 8 വര വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ വരയുടെയും നമ്മളുടെ ഈ വരയുണ്ടല്ലോ, സൈഡിലുള്ള വര, ക്രോസ് ആയിട്ടുള്ളതല്ല, സൈഡിലുള്ള വര നടുക്ക് പോയിൻ്റ് കൊടുക്കാം. പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരയിൽ നിന്ന് ഈ വരയിലോട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ സ്കെയിൽ ഉപയോഗിക്കുന്നില്ല. ഈ വരയിൽ നിന്ന് ഈ വരയിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഈ വരയിൽ നിന്ന് ഈ വരയിലോട്ട് വരച്ചു കൊടുക്കാം. ഈ വരയിൽ നിന്ന് ഈ വരയിലോട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ വരയിൽ നിന്ന് ഈ വരയിലോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സർക്കിളിൽ തന്നെ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ക്വയറിൽ നിന്ന് നമുക്ക് നേരെ വരച്ച് ഇവിടെ നിന്ന് ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് വരച്ചിട്ട് ഇവിടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇറേസർ എടുത്തിട്ട് ഇതിനിടയിലുള്ള ഒരു വരയുണ്ട്, അത് ആ വര അങ്ങ് മായ്ച്ചളയാം. 2 വരയുണ്ട്, അത് മായ്ച്ചളയാം. എന്നിട്ട് ഇവിടെ ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ വരയൊന്ന് മായ്ച്ചു കൊടുക്കാം. ഈ കുഞ്ഞു വരയൊന്ന് മായ്ച്ചു കൊടുക്കാം. ഈ വരയും മായ്ച്ചു കൊടുക്കണം. അപ്പം നമുക്ക് നേരെ കറക്റ്റായിട്ട് ചിലപ്പോൾ നീങ്ങിപ്പോയി, നമുക്ക് അല്പം ഒന്ന് നീക്കിയെടുക്കാം. ഇങ്ങനെ നടുക്ക്, നേരെ നടുക്കാണ് പോയിൻ്റ് വരേണ്ടത്. ഈ നടുക്ക്, ഈ നടുക്ക്, ഈ നടുക്ക്. അപ്പം ഇങ്ങനെ വരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് സ്ക്വയറാണ് കിട്ടിയിരിക്കുന്നത്. വരയ്ക്കുമ്പോൾ സ്ലിപ്പായി പോകുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും മായ്ച്ച് വരയ്ക്കുന്നത്. അപ്പോൾ പേനയിട്ട് വരയ്ക്കാതെ ആദ്യം പെൻസിലിട്ട് തന്നെ നമ്മൾ ഡ്രോയിങ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ വര ഉണ്ട്, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വര മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വരയും നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു
സർക്കിളുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിലുള്ള വരിയും മായ്ച്ചു കൊടുക്കണം. സർക്കിൾ ഇവിടെയാണ് ഉള്ളത്. സർക്കിൾ ഇങ്ങനെ ഇതുവരെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വരയെടുത്ത് നമുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഈ വരയും നമ്മൾ മായ്ച്ച് കളയും. എന്നിട്ട് ഈ വര കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ഒരു താങ്ങ് പോലെ കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഈ കുഞ്ഞു വര ഒന്ന് മായ്ച്ച് കളയാം. ഈ കുഞ്ഞു വര ഒന്ന് മായ്ച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വര ഒന്ന് മായ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മിഡിലായിട്ടൊരു പോയിൻ്റ് ഇട്ടത്, ആ പോയിൻ്റിൽ നമുക്ക് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ഒരു സ്റ്റെപ്പിനായിട്ട് ഇതിലൊന്ന് താങ്ങ് കൊടുക്കാം. ഇവിടെ ഒന്ന് വരച്ചിട്ട് വീണ്ടും ഇവിടെ കൊണ്ട് താങ്ങ് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ലൈനിനെ നമുക്കൊന്ന് മായ്ച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്വയറിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഔട്ട്ലൈനും കൂടെ വരച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് പേന വെച്ച് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാം. പെൻസിൽ വെച്ച് വരയ്ക്കുന്നുണ്ട്, പേന വെച്ച് വരയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാകും. എന്നാലും നമുക്ക് പേന വെച്ച് ഒന്നുകൂടെ വരച്ചാൽ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പേന വെച്ചതിൻ്റെ പുറത്തുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇവിടെ ഒന്ന് റൗണ്ടായിട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ വരകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ സ്ക്വയറിനെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഈ സ്ക്വയറും ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഈ സ്ക്വയറിന് ശരിയാക്കി കൊടുക്കാം. നമുക്ക് ഡിഫറെൻറ്റ് കളറ് ചൂസ് ചെയ്തിട്ട് വേണം നമ്മളിതിന് ഇതേപോലെ അത്തപ്പൂവിൻ്റെ ഡിസൈൻ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഡിസൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള വര കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഓണത്തിന് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ തന്നെ പറിച്ച് നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ സൈഡിലും കൂടെ നമുക്ക് മുറ്റത്തൊക്കെ വരയ്ക്കുമ്പോൾ വലിയൊരു ഡിസൈൻ ഉണ്ടാക്കി കുറേ പൂക്കൾ അല്ലെങ്കിൽ ഇലകളോ എന്തെങ്കിലുമൊക്കെ വെട്ടി വെച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് വെട്ടി, ഇലകളാണെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് വെട്ടിയിട്ട് നമുക്ക് നിരത്തി കൊടുക്കാൻ പറ്റും. നമ്മുടെ മാവേലി വരുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഈ വര വെച്ച് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കാം.
അവിടെ ഡിഫറെൻറ്റ് കളറ് കൊടുക്കാം. 1 2 3 4 5 6 7 8 കോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കളർ കൊടുക്കാം. ഇങ്ങനെ അതിനായിട്ട് സ്കെച്ച് പെന്നാണ് എടുക്കുന്നത്. അതിനായിട്ട് യെല്ലോ കളറ് ഇവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്ത് അതിന് ചുറ്റും ഞാനൊരു പിങ്ക് കളർ തെളിയാനൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിങ്ക് കളർ കൊടുത്തു. അടുത്തിന് ഓരോ കോളത്തിലും നമുക്ക് ഡിഫറെൻറ്റ് കളർ കൊടുക്കണം. അതായത് പച്ച എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മൾ തുളസി ഇലയൊക്കെ വെച്ച് ഇതുപോലെ പച്ച നിറത്തിലുള്ള തുളസി ഇലയോ ലീഫോ ഒക്കെ നിറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതുപോലെ നിരത്തി കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ ബോർഡറിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നടുക്ക് നമുക്ക് പിന്നീട് അത് അടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇവിടെ ഈ കോളം വരയ്ക്കുമ്പോൾ ഇത് കോളം നമ്മൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2 കളറേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം ഇവിടെ വരച്ചു കൊടുക്കാൻ. 2 കളർ മാത്രമേ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 കളറൊക്കെ ആയിപ്പോയാൽ നമുക്ക് ചിലപ്പോൾ അതിന് കോളത്തിന് വ്യത്യാസം വരും. ഇപ്പം കറക്റ്റിനായിട്ട് കളർ കിട്ടിയിട്ടുണ്ട്. 3 കളറൊന്നും നമുക്ക് ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ വേണമെങ്കിൽ ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഓരോ ഡിസൈനൊക്കെ വെച്ച് വരച്ചു കൊടുത്താൽ നല്ല നമുക്ക് കൈക്ക് ഒരു ആരോഗ്യം കിട്ടും, നമ്മുടെ കലയും വളർന്നോളും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇനി ഇതിൽ ഓരോ കളറ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് റെഡ് കളർ കൊടുക്കുക. ഈ കോളത്തിൽ നമുക്ക് റെഡ് കളർ കൊടുക്കുക. റെഡ് കളർ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ കുറേ വരച്ചു പഠിച്ചിട്ടാണ് എനിക്കിതിപ്പം കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റിയത്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കളറിലാണ്. ബ്ലൂ കളറും നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് നേരെ എതിരെയുള്ള കളത്തിൽ നമുക്കത് ബ്ലൂ കളറ് ചൂസ് ചെയ്ത് കൊടുക്കാം. ബോർഡർ നമ്മൾ നല്ലതായിട്ട് വരച്ചു കൊടുക്കണം. മാർക്കർ വേണമെങ്കിലും വെച്ച് വരച്ചു കൊടുക്കാം. പിന്നെ പർപ്പിളാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഇതിൽ പർപ്പിളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ആദ്യം ബോർഡർ തന്നെ അടിച്ചു കൊടുക്കണം. പിന്നെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്, നല്ല ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തന്നെ വേറൊരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ കളർ കൊടുക്കാൻ പറ്റും. ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ പോകുന്നത്. ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രീൻ കളർ കൊടുക്കണം. ഇടയ്ക്ക് വരയുള്ളത് അത് നമ്മൾ കാര്യമാക്കുന്നില്ല. അത് നമുക്ക് ഒരു വരച്ചു കൊടുക്കാം. ഫോൾഡിങ് നമ്മളൊരു പേപ്പറിൻ്റെ അടിവശത്ത് വേറെ പേപ്പർ വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ കളർ കൊടുക്കണം. നമുക്ക് ഈ റെഡ് തന്നെ ഇവിടെ കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ റെഡ് കൊടുക്കാം. ഞാൻ 3 കളറും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ റെഡ് കളർ കൊടുക്കാം. ഈ റെഡല്ല, ഇത് ബ്രൗണാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡ് തന്നെ വേറൊരു റെഡ് തന്നെ കൊടുക്കാം. റെഡും പിന്നെ ബ്ലൂ കളറും കൊടുക്കണം. റെഡ് കളറൊക്കെ ആണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കും. റെഡ് കളർ യെല്ലോ കളറൊക്കെയാണ് ഈ അത്തപ്പൂവിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഗ്രീൻ കളറും അത്തപ്പൂവൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇനി ഒരു കളർ കൂടെയാണ് ഉള്ളത്. ഞാൻ ആ പർപ്പിൾ കളറൊന്ന് അടിച്ചു. നമുക്കിതിന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഡാർക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഔട്ട്ലൈനൊന്ന് കറുപ്പിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഷൈനിങ് കിട്ടും. അപ്പോൾ എല്ലാം വരച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കുന്നു, ഇവിടെ കുറച്ച് കളർ കൊടുക്കാം. അതിനായിട്ട് പർപ്പിൾ കളറാണ് ചൂസ് ചെയ്യാം. പിന്നെ യെല്ലോ അടുത്ത കോളത്തിൽ ഞാൻ യെല്ലോ കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോ കളറാണ് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇനി യെല്ലോ കളർ കൊടുക്കാം. പിന്നെ അതൊക്കെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അണ്ടർലൈൻ, കുറച്ചുകൂടെ അണ്ടർലൈൻ കൊടുക്കാം. ഓണസദ്യയോടൊപ്പം നമ്മൾ അത്തപ്പൂവിൻ്റെ ആഘോഷവും നടത്തേണ്ടതാണ്. അത്തപ്പൂ കുറച്ച് വീട്ടിലുള്ള പൂക്കൾ തന്നെ നമുക്ക് ഇട്ട് നമുക്ക് അത്തപ്പൂ ആഘോഷിക്കാം.